അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇത് ചരിത്ര മുഹൂർത്തമാണ്. അദ്ദേഹത്തിന്റെ രണ്ടാം വരവിൽ അജണ്ടകളായി പ്രഖ്യാപിച്ച പുതിയ പദ്ധതികളെല്ലാം ചേർത്ത് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന പേരിലാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. ആ ബില്ല് നിയമമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം അതിൽ ഔദ്യോഗികമായി ഒപ്പ് രേഖപ്പെടുത്തി. ഇതോടുകൂടി അദ്ദേഹത്തിന്റെ തലയിലുദിച്ച ആശയങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ പുതിയ പദ്ധതി നിർദ്ദേശങ്ങളെല്ലാം തന്നെ നിയമമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാന സംഗതി. ട്രംപിന്റെ രണ്ടാം ടേമിൽ, അതായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വെല്ലുവിളി നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ചില ആരോപണങ്ങളുടെ പേരിൽ ചില ലൈംഗിക ആരോപണ കേസുകളടക്കം നേരിട്ടെങ്കിലും രാഷ്ട്രീയമായൊരു വെല്ലുവിളി അദ്ദേഹത്തിന് നേരിടുന്നത് ഇതാദ്യമാണ്. അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തും വിശ്വസ്തനുമായിരുന്ന എലോൺ മസ്ക് അദ്ദേഹത്തിനെ വിട്ടൊഴിയുകയും അദ്ദേഹത്തിനെതിരായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അടുത്ത തവണ അതിന് പ്രതികാരം ചോദിക്കുമെന്നുള്ള പരസ്യ വെല്ലുവിളി നിലനിൽക്കെ തന്നെയാണ് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന ട്രംപിന്റെ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത്. നേരത്തെ തന്നെ ഇതിന്റെ സെനറ്റിൽ അതിന്റെ ചർച്ചകളും മറ്റുമെല്ലാം പൂർത്തിയായത്. ഏതാണ്ട് 900 പേജ് വരുന്നതാണ് പുതിയ പദ്ധതി നിർദ്ദേശങ്ങൾ. അതെല്ലാം തന്നെ ചർച്ചകളെല്ലാം പൂർത്തിയാക്കി അത് ഇപ്പോൾ നിയമമായി അതിൽ ട്രംപ് ഒപ്പിട്ടിരിക്കുന്നു. ഏതാണ്ട് ഈ വരുന്ന ഡിസംബറോടുകൂടി വലിയ രീതിയിലുള്ള നികുതി പരിഷ്കരണത്തിനാണ് അമേരിക്ക വേദിയാകുന്നത്. പല ഇനങ്ങൾക്കും വലിയ തോതിൽ നികുതി ഇളവ് പ്രഖ്യാപിക്കുമ്പോൾ ചില ഇനങ്ങൾക്ക് വലിയ രീതിയിൽ നികുതി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ബില്ലാണ് അദ്ദേഹം ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത്. അതിന് അദ്ദേഹം വിശേഷിപ്പിച്ചത് അമേരിക്ക വിന്നിങ് ലൈക്ക് നെവർ ബിഫോർ. അമേരിക്ക വിജയിച്ചിരിക്കുന്നു മുൻപുള്ളതിനേക്കാൾ മുൻപില്ലാത്ത തരത്തിൽ അമേരിക്കയുടെ വിജയമുണ്ടായിരിക്കുന്നു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതേസമയം തന്നെ ആളുകൾ ഇത്രത്തോളം സന്തോഷിക്കുന്നത് താൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കാരണം സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരെ, സൈനികരെ, സാധാരണക്കാരെ, വിവിധ തൊഴിലുകളിൽ ഏർപ്പെടുന്നവരെ അടക്കം സംബോധന ചെയ്യുന്നതാണ് തൻ്റെ പുതിയ ബില്ല് എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ഇനി എന്താണ് ഈ ബില്ലിൽ ഉള്ള പ്രധാന സംഗതികൾ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. മൊത്തം $450 കോടി മൊത്തം നികുതി ഇളവുകളാണ് ഈ ബില്ലിൽ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അതായത് അദ്ദേഹത്തിന്റെ ഒന്നാം ടേമിൽ അദ്ദേഹം പുതിയ കുറെ നികുതി പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നു. അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ നികുതി പരിഷ്കാരങ്ങൾ കൂടിയാണ് ഈ രണ്ടാം ടേമിൽ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതാണ്ട് മുതിർന്നവർക്ക്, അതായത് 65 വയസ്സ് പ്രായം കണക്കാക്കുന്ന മുതിർന്നവർക്ക് ഏതാണ്ട് $75,000 വരെ പ്രതിവർഷ വരുമാനം ഇല്ലാത്തവർക്ക്, $75,000 താഴെ വരുമാനമുള്ളവർക്ക് നികുതി ഇളവുണ്ട്. അതായത് $75,000 വരെ പ്രതിവർഷ വരുമാനമുള്ളവർക്ക് $6,000 ആനുകൂല്യമാണ് പുതിയ ബില്ലിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ കുട്ടികൾക്കുള്ള നികുതി ഇളവിൽ $2,000 എന്നുള്ളത് $2,200 ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് റിസർച്ച് അടക്കമുള്ള ആവശ്യങ്ങൾക്കായി ചെലവാക്കുന്ന തുക പൂർണ്ണമായും എഴുതി തള്ളാം എന്നുള്ള പുതിയ നിർദ്ദേശം വന്നിട്ടുണ്ട്. സമ്പന്നരുടെ നികുതി ഏതാണ്ട് $12,000 വർദ്ധിക്കുമ്പോൾ പാവപ്പെട്ടവരുടെ നികുതി $1,600 ആക്കി ഈ പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ബില്ലിൽ, അതായത് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ചില നികുതി ഇളവുകളും വലിയ രീതിയിൽ നികുതി വർധനവും, പ്രധാനമായും പല മേഖലകളെ കവർ ചെയ്തുകൊണ്ടാണ് ഈ പുതിയ ബില്ല് അവതരിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ പണം വകയിരുത്തിയിരിക്കുന്നത് പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ കുടിയേറ്റക്കാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതിനായി പണം വകയിരുത്തിയിരിക്കുന്നു. പിന്നെ ഈ കുടിയേറ്റക്കാർ, അതായത് രാജ്യത്ത് വന്ന് വിസ കാലാവധി പൂർത്തിയായിട്ടും അവിടെ തങ്ങുന്നവർ, അനധികൃതമായി രാജ്യത്ത് എത്തിയവരടക്കം രാജ്യത്ത് നിന്ന് പുറത്താക്കണം എന്നുള്ള ഒരു നിലപാടുകാരനാണ് ട്രംപ്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ മെക്സിക്കോയിൽ നിന്നാണ് ഏറ്റവും വലിയ കുടിയേറ്റം അമേരിക്കയിലേക്ക് ഉണ്ടാകുന്നത്. വലിയ രീതിയിൽ മയക്കുമരുന്ന് കടത്ത് നടക്കുന്നത് മെക്സിക്കോയിൽ നിന്നാണ്. അമേരിക്കയുടെ തൊട്ടുള്ള അടുത്ത അയൽ രാജ്യം കൂടിയാണ് മെക്സിക്കോ. അതുകൊണ്ട് അവിടെ ഒരു അതിർത്തിയിൽ മതിൽ പണിയാൻ ട്രംപിന്റെ ഒന്നാം ടേമിൽ നടപടിയായിരുന്നു. എന്നാൽ അത് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ ബാക്കി ഭാഗത്തുകൂടി വലിയ കൂറ്റൻ മതിലുകൾ പണിയുന്നതിന് $35,000 കോടി നിർദ്ദേശമാണ് ഇതിലുള്ളത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ഏതാണ്ട് 1 ലക്ഷം തടവുകാരെ പാർപ്പിക്കാനുള്ള താൽക്കാലിക തടവുകൾ അല്ലെങ്കിൽ താൽക്കാലിക ജയിലുകൾ, അതായത് ഷെൽട്ടർ ഹോമുകൾ പണിയാനായിട്ടുള്ള നികുതി നിർദ്ദേശമുണ്ട്.
ഇത് ഈ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് അടക്കം എക്സൈസ് അടക്കം ഉള്ള കസ്റ്റംസ് അടക്കമുള്ള മേഖലകളിലായിട്ട് 10,000 പേരെ താൽക്കാലികമായി നിയമിക്കാനുള്ള പണം വകയിരുത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു വർഷം 10 ലക്ഷം അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കണം എന്നുള്ള ഒരു നിലപാടുകാരനാണ് ട്രംപ്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു തുക അദ്ദേഹം വകയിരുത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ പ്രതിരോധ ആവശ്യങ്ങൾക്കും വൻ തുക വകയിരുത്തിയിട്ടുണ്ട്. ഈ തുക ഉപയോഗിച്ച് പ്രതിരോധ മന്ത്രാലയത്തിന് അതല്ലെങ്കിൽ പെന്റഗണ് യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാം, പുതിയ ആയുധങ്ങൾ സംഭരിക്കാം, സൈനികരുടെ ക്ഷേമത്തിനും മറ്റുമായുള്ള തുകകൾ ചെലവഴിക്കാം. അതിനുവേണ്ടിയും വലിയ തുക വകയിരുത്തിയിട്ടുണ്ട്. അതിർത്തി സുരക്ഷ, അതായത് അതിർത്തികളിൽ മാത്രം സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് $1 ബില്യൺ, അതായത് $100 കോടി തുകയാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ ഗോൾഡൻ ഡോം, അതായത് നമ്മുടെ ഇസ്രയേലിൻ്റെ അയൺ ഡോമിന് സമാനമായുള്ള മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അമേരിക്കയുടെ ഗോൾഡൻ ഡോം. ഇപ്പോൾ കാനഡയുമായി അത് സംബന്ധിച്ചുള്ള ഒരു തർക്കം ഡൊണാൾഡ് ട്രംപ് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഈ ഗോൾഡൻ ഡോം പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് $250 കോടി വകയിരുത്തിയിട്ടുള്ളത്. ഇതിന് മൊത്തം ഏതാണ്ട് 1750 കോടി രൂപയാണ് മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇത് 2029 പൂർത്തിയാക്കാനാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് വ്യോമ പ്രതിരോധ സംവിധാനം, അതായത് ഇസ്രയേൽ നമ്മൾ ഇപ്പോൾ സമീപകാല വാർത്തകളിൽ കണ്ടിട്ടുള്ളതാണല്ലോ, ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിനെ ലക്ഷ്യമാക്കി വരുമ്പോൾ ഇസ്രയേലിന്റെ അയൺ ഡോം പ്രവർത്തിച്ച ആ മിസൈലുകളെ നിർവീര്യമാക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. സമാനമായി അമേരിക്കയിലും ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം ഗോൾഡൻ ഡോം എന്ന പേരിൽ സ്ഥാപിക്കാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഏതാണ്ട് $250 കോടി ആണ് ഈ പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന പ്രതിരോധ ആവശ്യങ്ങൾക്കും മതിൽ പണിയുന്നതിനുമായിട്ട് ഇത്രയും വലിയ തുകകൾ വകയിരുത്തുമ്പോൾ സ്വാഭാവികമായും ചിലയിടങ്ങളിൽ വലിയ രീതിയിലുള്ള സർക്കാരിൻ്റെ വിനിയോഗം വെട്ടിക്കുറച്ചിട്ടുമുണ്ട്. അത് പ്രധാനമായും ഈ വൈദ്യസഹായം, ആരോഗ്യ രംഗത്തും അതേപോലെ തന്നെ ഈ അഗതികൾക്കുള്ള ഭക്ഷണ വിതരണം അടക്കമുള്ള കാര്യങ്ങൾക്കാണ് ഈ പറയുന്ന വെട്ടിച്ചുരുക്കൽ വന്നിരിക്കുന്നത്. പുതിയ ബില്ല് വ്യവസ്ഥ ചെയ്തതനുസരിച്ച് ഒരു മാസം 80 മണിക്കൂർ ജോലി ചെയ്യുന്ന, അതായത് പ്രായഭേദമന്യേ ചെറുപ്പക്കാരായാലും ശരി പ്രായമായാലും ശരി, ഒരു മാസം 80 മണിക്കൂറെങ്കിലും തൊഴിൽ ചെയ്യാൻ പ്രാപ്തിയുള്ളവർക്ക് മാത്രമേ സർക്കാരിൻ്റെ വിനിയോഗത്തിലുള്ള വൈദ്യസഹായം അല്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ അർഹതയുള്ളൂ. ഏതാണ്ട് $71 ദശലക്ഷം ഇതിനു വേണ്ടി സർക്കാർ വകയിരുത്തിയത്, അതായത് വൈദ്യസഹായം അതേപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ 71 മില്യൺ, അതായത് 71 ദശലക്ഷം പേരാണ് ഈ പറയുന്ന വൈദ്യസഹായത്തിന് അർഹതയുള്ള ആളുകളായി കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ സർക്കാരിൻ്റെ ഭക്ഷണ വിതരണ പദ്ധതിയിൽ ഏതാണ്ട് 40 ദശലക്ഷം ആളുകൾ ഈ സർക്കാരിൻ്റെ ഭക്ഷണ വിതരണ പദ്ധതിയിൽ ഉൾപ്പെടെ, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള തുച്ഛമായ വരുമാനം മാത്രമുള്ള ആൾക്കാർക്കാണ് ഈ ഭക്ഷണ വിതരണത്തിൻ്റെ ആനുകൂല്യം കിട്ടുക. അപ്പോൾ ഈ പദ്ധതികളിൽ നിന്നൊക്കെ പണം ചെലവഴിക്കുന്നത് പരമാവധി വെട്ടിക്കുറയ്ക്കാനാണ് ട്രംപിൻ്റെ നിർദ്ദേശം. ഏറ്റവും സുപ്രധാനമായ സംഗതി ക്ലീൻ എനർജി, അതായത് ഈ പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാലത്ത് ഇലക്ട്രിക് കാറുകൾ വാങ്ങുന്നവർക്ക് വലിയ രീതിയിലുള്ള നികുതി ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ട്രംപിൻ്റെ ഈ പുതിയ ബില്ല് പ്രകാരം അതിനുള്ള നികുതി ഇളവുകൾ ഈ പറയുന്ന സെപ്റ്റംബർ 30 അവസാനിക്കും. ആ ടാക്സ് ഇളവുകൾ പ്രഖ്യാപിച്ച കാലാവധി ഈ വരുന്ന സെപ്റ്റംബർ 30 വരെയാക്കി വെട്ടിക്കുറച്ചിട്ടുണ്ട്. ബൈഡന്റെ ഭരണകാലത്ത് അത് 2032 വരെ ദീർഘിപ്പിച്ച ആ ഒരു സുപ്രധാന പ്രഖ്യാപനമാണ് ഇപ്പോൾ ട്രംപ് ഈ രീതിയിൽ മാറ്റിയിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ എലോൺ മസ്ക് ഉന്നയിച്ച വിമർശനങ്ങൾ ഇവിടെ പ്രസക്തമാണ്. അതായത് ട്രംപിൻ്റെ പുതിയ നികുതി നിർദ്ദേശങ്ങൾ രാജ്യത്തിൻ്റെ വരുമാനത്തെ വലിയ രീതിയിൽ ബാധിക്കും, ജനങ്ങളെ കടക്കണിയിലേക്കും അതേപോലെ അടിമത്തത്തിലേക്കും എത്തിക്കുമെന്ന രീതിയിലുള്ള വലിയ വിമർശനം ഇലോൺ മസ്ക് ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് ട്രംപിനെ പരാജയപ്പെടുത്താൻ പുതിയ രാഷ്ട്രീയ പാർട്ടി അടക്കം പ്രഖ്യാപിക്കുമെന്നും ഇലോൺ മസ്ക് പറഞ്ഞിരുന്നു. എന്നാൽ ഈ വെല്ലുവിളികളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് അദ്ദേഹത്തിൻ്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നടപ്പിലാക്കിയത്. വലിയ രീതിയിലുള്ള നികുതി നിർദ്ദേശങ്ങളും നികുതി പരിഷ്കാരങ്ങളും ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അനന്തരഫലം അമേരിക്കയിൽ എന്തായി തീരുമെന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ടതാണ്. കാരണം വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധി ആ രാജ്യം ഇപ്പോൾ നേരിടുന്നുണ്ട്. അതിനെല്ലാം പരിഹാരം എന്ന നിലയിൽ അവതരിപ്പിച്ച ഈ ബില്ല്
അത് ഗുണപരമാകുമോ അതോ പ്രതികൂലമാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്.